ഒരു വിഭാഗം സിനിമാക്കാർ ഞെട്ടിയിരിക്കുന്നത് ലിയോ എന്ന് പറയുന്ന വിജയകാന്തിൻ്റെ പടം വിജയുടെ പടം കേരളത്തിന് കളക്ട് ചെയ്ത കോടികളെക്കുറിച്ച്. അതുപോലെ ഷാറൂഖ് ഖാൻ്റെ ജവാൻ എന്ന പടം ഇവിടുന്ന് അത്ര കൊണ്ടുപോയി. ഒരു സൈദ്ധാന്തികതയും ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും കോഴിക്കോടൻ ഭാഷ പറഞ്ഞാൽ ഒരു തേങ്ങ കൊലയില്ല. 2-2.5 മണിക്കൂർ ഹാപ്പി ആയിട്ട് കണ്ടിട്ടാവും വീട്ടിൽ പോകും. നിങ്ങൾക്കത് ഇപ്പോഴും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ കുഴപ്പമാണെന്ന് ഒന്ന് സ്വയം വിശകലനം ചെയ്താൽ മതി. പിന്നെ തലയിൽ കൊണ്ടിട്ടിട്ട് ഈ സൈദ്ധാന്തികന്മാരും പോയിട്ട് ലിയോ കാണും. മലയാളി ഹിപ്പോക്രസി. ഞാനങ്ങനെ ഈ കേൾക്കുന്നതിനൊക്കെ മറുപടി പറയുക അങ്ങനെയല്ല. അതിൻ്റെ ഈ വേഷം കെട്ടലല്ല, വന്നിരുന്ന് തിയേറ്ററിൻ്റെ നിശബ്ദതയിൽ അല്ലെങ്കിൽ ആ ഇരുട്ടിലിരുന്ന് സിനിമ കണ്ടിട്ട് അത് ക്യാരി ചെയ്യുന്നവരിൽ നിന്നും, അങ്ങനെ 10,000 പേരിൽ നിന്നും ഒരു ഫിലിം മേക്കർ ഉണ്ടായാൽ അയാൾ IFFKയുടെ പേര് എവിടെയെങ്കിലും പറയുന്നെങ്കിൽ നമുക്കത് മതി. നമ്മൾ ഒരുപാട് സിനിമകളിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റി ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് വേണമെന്നും വേണ്ട എന്നും 2 വിഭാഗമുണ്ട്. വേണമെന്ന് പറയുന്നവർ അത് പറയുന്ന ഒരു ആർഗ്യുമെന്റ്, കാലം ഒരുപാട് മുന്നോട്ട് പോയെന്നും നമ്മൾ ടേക്കൻ ഫോർ ഗ്രാൻഡഡ് ആയി എടുത്തിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് അങ്ങനെയല്ല എന്നുള്ള റിയലൈസേഷൻ വരികയും സ്വയം ഒരു നവീകരിക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വരികയും ചെയ്യുന്നതെന്നാണ് ഒരു ആർഗ്യുമെന്റ്. ഓൺ ദ അതർ സൈഡ് പറയുന്നത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ക്രിയേറ്റിവിറ്റിയെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നു. ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു ചെയിൻഡ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് പ്രോസസ്സാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ലെൻസിലൂടെ നോക്കിയാൽ നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ ഒന്നാമത് ഉപയോഗിക്കുന്ന ഈ ടെർമിനോളജി ഉണ്ട്, ഇതൊന്നും ദിലീഷ് പോത്തനും ശ്യാം പുഷ്കരനോ അല്ലെങ്കിൽ നമ്മുടെ ലിജോ ജോസോ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഈ വാക്കുകൾ തന്നെ കയറി വരില്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്തെന്ന് ചോദിക്കുകയാണ് അവർ. അവരത്തരം ഭാരങ്ങളൊന്നും തലയിലെടുക്കാറേയില്ല. അവർ ചിന്തിക്കുന്നത് സിനിമ, നൻപകൽ നേരത്തെ മയക്കം, ഹരീഷിൻ്റെ കഥയിലെ സിനിമാ സാധ്യത ലിജോ മനസ്സിലാക്കുന്നിടത്ത് ഡിസ്കഷൻ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ളൊരു വാക്ക് അവിടെ ഇല്ല. അവർക്ക് 2 പേർക്കും ഹിതമെന്ന് തോന്നുന്ന ഒരു ടെറൈനിൽ അവരതിൻ്റെ സ്ക്രിപ്റ്റിംഗ് പൂർത്തിയാക്കുന്നു, സിനിമ ചെയ്യുന്നു. ഇതൊന്നാമത് ഈ ചർച്ച സൈദ്ധാന്തികത എന്നൊക്കെ പറയുന്നത് അങ്ങോട്ട് കയറിപ്പോകേണ്ട കാര്യമില്ല. അവിടെ നിങ്ങൾക്ക് വ്യക്തമായ ഉത്തരവും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്കത് ഇപ്പോഴും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ കുഴപ്പമാണെന്ന് ഒന്ന് സ്വയം വിശകലനം ചെയ്താൽ മതി. ഇതിനൊന്നും പുറകെ പോകരുത്. കഴിയുമെങ്കിൽ സിനിമാക്കാരെ ഞാനടക്കമുള്ളവന്മാരെ ഇൻ്റർവ്യൂ ചെയ്യാനും പോകരുത്. വെറുതെ വേസ്റ്റാണ് ഇതൊക്കെ. ഒരു വിഭാഗം സിനിമാക്കാർ ഞെട്ടിയിരിക്കുന്നത് ലിയോ എന്ന് പറയുന്ന വിജയകാന്തിൻ്റെ പടം വിജയുടെ പടം കേരളത്തിന് കളക്ട് ചെയ്ത കോടികളെക്കുറിച്ച്. അതുപോലെ ഷാറൂഖ് ഖാൻ്റെ ജവാൻ എന്ന പടം ഇവിടുന്ന് അത്ര കൊണ്ടുപോയി. ഒരു സൈദ്ധാന്തികതയും ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും കോഴിക്കോടൻ ഭാഷ പറഞ്ഞാൽ ഒരു തേങ്ങ കൊലയില്ല. 2-2.5 മണിക്കൂർ ഹാപ്പി ആയിട്ട് കണ്ടിട്ടാവും വീട്ടിൽ പോകും. അങ്ങനെ കണ്ടാൽ മതി. നിങ്ങൾ കുട്ടിക്കാലത്ത് എക്സിബിഷൻ ഗ്രൗണ്ടിലും മറ്റേ പലതരം നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ കാണാൻ പോകുന്നൊരു കുട്ടി എന്നിട്ട് ഇതിൻ്റെ ഉടമസ്ഥൻ ഈ ജീവൻ പണയം വെച്ച് ഇത് ചെയ്യുന്ന ഈ മോട്ടോർ സൈക്കിൾ അഭ്യാസം നടത്തുന്നതിന് എന്ത് കൂലി കൊടുക്കുന്നുണ്ടാവും ചിന്തിക്കുക എന്ന് പറയുന്നത് അവന് മാനസിക രോഗമുണ്ട് എന്നുള്ളൊരു തെളിവാണ്. അതിൽ നിന്നും വല്ലാതെ വളർന്നിട്ടൊന്നുമില്ല നമ്മളൊന്നും. പിന്നെ തലയിൽ കൊണ്ടിട്ടിട്ട് ഈ സൈദ്ധാന്തികന്മാരും പോയിട്ട് ലിയോ കാണും. മലയാളി ഹിപ്പോക്രസി. മലയാളിക്കാണ് ഹിപ്പോക്രസി ഏറ്റവും കൂടുതൽ. ഒരുപാട് കാര്യങ്ങൾ മലയാളിക്ക് കുറഞ്ഞു വരിക. കുറച്ച് ബുദ്ധിജീവികൾ ബാക്കിയുണ്ട്, അവർ കൂടെ നന്നായാലും ഈ നാടിന് കൊള്ളാം. നമ്മൾ ഇവന് മറ്റവനെ കണ്ടുകൂടാ, അത് വേറെ കാര്യം. ഏറ്റവും അധികം പരസ്പരം കണ്ടുകൂടാത്ത ആൾക്കാർ ജീവിക്കുന്ന സ്ഥലം ഇവിടുത്തെ കലാ സിനിമ എന്ന ലോകമാണ്. ഈ എഴുത്തുകാരൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. എന്തിൻ്റെ എഴുത്തുകാർ സിനിമ എന്നുള്ള സിനിമ ഡയറക്ടറുണ്ട്. അതിൽ ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പണത്തിൻ്റെ കാര്യങ്ങളായിട്ട് പറയാറുണ്ട്. അത് കോംപ്രമൈസ് ചെയ്യാറുണ്ട്, വേണ്ടി വരുന്നത്. എന്താണ് ഈ രാഷ്ട്രീയം എന്നത്? താങ്കളുടെ രാഷ്ട്രീയം ഏത് സിനിമകളിലൂടെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് താങ്കൾക്ക് പ്രകടിപ്പിക്കാറ്? സിനിമയെ എൻ്റെ ഒരു പൊളിറ്റിക്കൽ
ആംഗിളിലൂടെ ഞാൻ സിനിമയെ കണ്ടിട്ടില്ല. ഒരു വലിയ എന്താ പറയുക, അത്രമാത്രം ആഴത്തിലും പരപ്പിലും ഇതിനോട് വ്യവഹരിക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ബന്ധവും അടുപ്പവും ഉള്ളത് CPM എന്ന് പറഞ്ഞ പാർട്ടിയോടാണ്. പക്ഷെ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ആശയങ്ങൾ സിനിമയിലൂടെ ഇല്ല, അങ്ങനെ ആരും എന്നോട് പറയാറുമില്ല. അവരത് ഒരിക്കൽ പോലും ഒരു ഡിസ്കഷൻ വന്നിട്ടുമില്ല. ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ള സമയത്തിന് അതേ ആളുകൾ തന്നെയാണ്, താങ്കൾ തന്നെയാണ് ഈ സംഘപരിവാർ എന്നുള്ള ആരോപണം കേൾക്കേണ്ടി വന്നത്. അതൊക്കെ ആൾക്കാർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത്. അവരുടെ പറയുന്നതിനെല്ലാം മറുപടി കൊടുക്കാൻ വേണ്ടി രാവിലെ എന്താണ് ഫേസ്ബുക്കും തുറന്നു വെച്ചിരിക്കും. എനിക്ക് ഫേസ്ബുക്ക് പേജ് ഒന്നുമില്ല. ഉള്ളതിൻ്റെ പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി കുറച്ച് കാലം മുമ്പ് ഒരു കാര്യം ഉപയോഗിച്ചതെന്നല്ലാതെ ഞാനങ്ങനെ ഈ കേൾക്കുന്നതിനൊക്കെ മറുപടി പറയുക അങ്ങനെയല്ല. അതിൻ്റെ ഏതെങ്കിലും രീതിയിൽ IFFKയിൽ വരുന്ന ഫിലിംസ് നമ്മുടെ യങ് ഫിലിം മേക്കേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, റോങ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. റോങ് ഇൻ ദ സെൻസ് ഗുഡ് സിനിമ, ബാഡ് സിനിമ, അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതായത് നമ്മുടെ ഒരു ഇഥോസൊക്കെ മാറിയിട്ട് കംപ്ലീറ്റ്ലി വെസ്റ്റേണൈസ്ഡ് ആയ, അല്ലെങ്കിൽ ഇടക്കാലത്ത് കൊറിയൻ സിനിമയായിട്ടുണ്ടായിരുന്ന ഭയങ്കര അഭിനിവേശം, ആ ലൈനിൽ നമ്മുടേതല്ലാത്ത ഒരു സിനാറിയോയിൽ സിനിമ ചെയ്യുന്നതിലേക്ക് പോയിട്ടുണ്ടോ? ഈ അടിസ്ഥാനപരമായി മനുഷ്യൻ, പ്രകൃതി എന്നൊക്കെ നമുക്ക് ഈ ഭാഷ കൊണ്ടും ദേശം കൊണ്ടും മാറ്റി കളയാൻ പറ്റാത്ത യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിപ്പം ഇൻഫ്ലുവൻസ്ഡ് ആവുക എന്ന് പറയുന്നൊരു തെറ്റല്ല. പക്ഷെ അതിനകത്ത് പ്രൊഡക്റ്റീവായിട്ട് എന്ത് വരുന്നു അവരിൽ നിന്ന്, ആദ്യം ഇൻഫ്ലുവൻസ്ഡ് ആവും, പിന്നെ ആയിരിക്കും ഒരാൾ എഴുതി തുടങ്ങാൻ തുടങ്ങും. ഇൻഫ്ലുവൻസ്ഡ് ആവുക എന്ന് വെച്ചാൽ ഒരാളുടെ ചെറുപ്പകാലത്ത് MT വാസുദേവനെ വായിക്കുന്നു, പിന്നെ അയാൾ വിജയനെ വായിക്കുന്നു, പിന്നെ മേതിലിനെ വായിക്കുന്നു. അയാൾ എഴുതാൻ തുടങ്ങുന്നത് പിന്നെയും 10 കൊല്ലം കഴിഞ്ഞായിരിക്കും. അത് ഇവരൊന്നും ആവാതിരിക്കുകയാണ് അയാളുടെ ജെന്യുവിനിറ്റി എന്ന് പറയുന്നതിനെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇതിനകത്ത് നമ്മുടെ IFFKയിലെ മലയാളം സിനിമ ടുഡേ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സിനിമ KSEBയിൽ ലൈൻമാനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുടെ, അയാൾ അക്കാഡമിക് അറിയില്ല, അയാളുടെ വാക്കുകൾ സത്യസന്ധതയുണ്ട്. എന്നെ ഫിലിം മേക്കറാക്കിയത് IFFK ആണ്. നമുക്കത് മതി. ഈ വേഷം കെട്ടലല്ല, വന്നിരുന്ന് തിയേറ്ററിൻ്റെ നിശബ്ദതയിൽ അല്ലെങ്കിൽ ഇരുട്ടിലിരുന്ന് സിനിമ കണ്ടിട്ട് അത് ക്യാരി ചെയ്യുന്നവരിൽ നിന്നും, അങ്ങനെ 10,000 പേരിൽ നിന്നും ഒരു ഫിലിം മേക്കർ ഉണ്ടായാൽ അയാൾ IFFKയുടെ പേര് എവിടെയെങ്കിലും പറയുന്നെങ്കിൽ നമുക്കത് മതി.